ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. മെയിനായിട്ടും ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു e raised to minus a mod t. സോ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. e raised to minus a mod t. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് സിഗ്നലാണ്. നമ്മൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഇപ്പം ഡിറ്റർമിൻ ചെയ്യും. അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഫൈനൽ വാല്യൂ, ആ ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. കാരണം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ അതിനകത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഈ മോഡ് ടി അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് എ മോഡ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിക്ക് രണ്ട് വാല്യൂസും വരും. മൈനസ് ടി വാല്യൂസും വരും, ദാറ്റ് ഈസ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ടിയുടെ വാല്യൂ മൈനസ് ടിയും വരാം, പ്ലസ് ടിയും വരാം. സോ നമുക്ക് ഈ ഒരു എക്സ് ഓഫ് ടിയെ നമുക്കിതാ ഇങ്ങനെ എഴുതാൻ പറ്റും. എക്സ് ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു at into u of minus t plus e raised to minus at into u of t. കാരണം ടിക്ക് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ, ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ 0 വാല്യൂ ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇ റേസ് ടു മൈനസ് എ ടി പോസിറ്റീവ്, ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ദെൻ ടി നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ, ഇവിടെ നെഗറ്റീവ് ടി കൊടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു പ്ലസ് എ ടി വരും, യു ഓഫ് മൈനസ് ടി. ടിക്ക് നെഗറ്റീവ് വാല്യൂസ്, ടിക്ക് പോസിറ്റീവ് വാല്യൂസ്. സോ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ എഴുതാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ ഈ എക്സ് ഓഫ് ടിക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? മൈനസ് ഇൻഫിനിറ്റി ടു 0, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറഞ്ഞാൽ ടിക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുന്ന കേസാണ്. ടിക്ക് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഏത് ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്? ഈ ഒരു ഫംഗ്ഷനാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. സോ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇ റേസ് ടു എ ടി, ഇ റേസ് ടു എ ടി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഇവിടെ ആഡ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എ ടി യു ഓഫ് മൈനസ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ. ദെൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇ റേസ് ടു എ ടി യു ഓഫ് മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് ടേം. പ്ലസ് ഇൻറ്റഗ്രൽ അടുത്ത ടേം ഇതായിട്ടും കിട്ടും. സോ നമുക്ക് ആ ഫസ്റ്റ് ഇൻറ്റഗ്രൽ യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് മൈനസ് ടിയുടെ വാല്യൂ, യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇതാണ്. യു ഓഫ് മൈനസ് ടി, യു ഓഫ് മൈനസ് ടി. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇതാണ് യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് ടൈം റിവേഴ്സൽ വാല്യൂ ആണ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. യു ഓഫ് ടിയുടെ വാല്യൂ 1 ആവുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടി ഡി ടി plus 0 to infinity e raised to minus of a plus j omega into t dt. So ഇങ്ങനെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം.
then integrate ചെയ്യുന്നു e raised to a minus j omega t by a minus j omega. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ് നെക്സ്റ്റ് ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus of a plus j omega into t by minus of a plus j omega ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 1 ആവും. ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity, that is 0. So 1 minus 0 by a minus j omega പ്ലസ് ഇവിടെയും ഫസ്റ്റ് ടേം ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് 0 മൈനസ് സെക്കൻഡ് ടേം 0 കൊടുക്കുമ്പോൾ e raised to 0 1 ബൈ മൈനസ് ഓഫ് എ പ്ലസ് ജെ ഒമേഗ. സോ ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 1 മൈനസ് എ 1 ബൈ എ മൈനസ് ജെ ഒമേഗ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ 1 ബൈ എ പ്ലസ് ജെ ഒമേഗ 1 ബൈ എ മൈനസ് ജെ ഒമേഗ പ്ലസ് 1 ബൈ എ പ്ലസ് ജെ ഒമേഗ. ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. 2a ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. കാരണം ഡിനോമിനേറ്റർ എ പ്ലസ് പി ഇൻറ്റു എ മൈനസ് പി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ. ജെ സ്ക്വയർ മൈനസ് 1 ആണ്. സോ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആവും. ന്യൂമറേറ്റർ നമ്മൾ എൽ സി എടുത്ത് കഴിയുമ്പോൾ 2 എന്നും വരും. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ ഈ വാല്യൂ പഠിച്ചു വെക്കുക. e raised to minus a mod t-യുടെ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഈ വാല്യൂ നമുക്ക് ആവശ്യമാണ്. 2a ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ഇത് വെച്ചിട്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഡയറക്റ്റ് ഇക്വേഷൻസ് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, find the Fourier transform of ഒരു സിമിലർ പ്രോബ്ലം ആണ്. find the Fourier transform of x of t equal to e raised to minus 2 mod t minus 1. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് e raised to minus a mod t ആ ഫോമിലാണ്, ഓൾമോസ്റ്റ് ആ ഫോമിലാണ്. പക്ഷെ ടി മൈനസ് 1 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ടൈം ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ഇത് നടന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി അറിയാം. നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ എക്സ് ഓഫ് ടി മൈനസ് 1 ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഈ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ എക്സ് ഓഫ് ടി മൈനസ് 1ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഒമേഗ ടി നോട്ട്. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ടൈം ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇതിനകത്ത് നിന്നുള്ള ആ ഒരു എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കണ്ട, ഈ എക്സ് ഓഫ് ടി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സിഗ്നലിനകത്തുനിന്ന് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ടേം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇ റേസ് ടു മൈനസ് 2 മോഡ് ടി എനിക്ക് എക്സ് ഓഫ് ടി ആയിട്ട് എടുക്കാം. ഇ റേസ് ടു മൈനസ് എ മോഡ് ടി. അപ്പോൾ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ഇപ്പം ചെയ്തിരുന്നു. സോ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇ റേസ് ടു മൈനസ് എ മോഡ് ടി. സോ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. 2a ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ 2 ഇൻറ്റു 2 ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. എ 2 ആണ്. സോ റേ സ്ക്വയർ മീൻസ് 4 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 4 ബൈ 16 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതായിരിക്കും നമുക്ക് ഇ റേസ് ടു മൈനസ്. സോ ഈ ഒരു സിഗ്നൽ നോക്കുമ്പോൾ നമുക്കൊരു എക്സ് ഓഫ് ടി കമ്പോണൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി ഇവിടെ അപ്ലൈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഇനി ടൈം ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടുത്തെ എക്സ് ഓഫ് ടി കമ്പോണൻറ്റ് ഇതാണ്, എക്സ് ഓഫ് ഒമേഗ കമ്പോണൻറ്റ് ഇതാണ്. So x of t, Fourier transform x of omega, then time shifting property പറയുന്നത് x of t minus 1
അപ്പോൾ നമുക്ക് ഇവിടെയും ഡിറ്റർമിൻ ചെയ്യേണ്ടത് e⁻² ഓഫ് മോഡ് ഓഫ് t-1 ആണ്. സോ ഞാനിവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണ് t-1. സോ എക്സ് ഓഫ് ടിക്ക് t-1 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വാല്യൂ അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് ഒമേഗ എന്താണ്? ഈ വാല്യൂ ആണ് എക്സ് ഓഫ് ഒമേഗ, ദാറ്റ് ഈസ് 4/16 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു e⁻j⍵t0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് e⁻², ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ ഈസ് e⁻ j⍵ ഇൻറ്റു 4 അല്ലെങ്കിൽ 4e⁻j⍵/16 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു t e⁻at u of t. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യണം. ഇത് നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നോക്കുവാണെങ്കിൽ ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ഡിഫറൻഷിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ടി എക്സ് ഓഫ് ടി. അപ്പോൾ ആ ഫോം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, ടി എക്സ് ഓഫ് ടി. ഈ ഫോമിൽ വരുന്നതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോ ഡിഫറൻഷിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ പ്രോപ്പർട്ടിയാണ് ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോ അത് പറയുന്നത് ജെ ഇൻറ്റു d/d ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. സോ ഇവിടെ നമ്മൾ സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ ഒരു കമ്പോണൻറ്റ് നോക്കുവാണെങ്കിൽ, റൈറ്റ് സൈഡിലെ കമ്പോണൻറ്റ് നോക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് എക്സ് ഓഫ് ടി കമ്പോണൻറ്റ്, ആ നോൺ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ ഉള്ള ആ ഒരു സിഗ്നൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കറിയാം e⁻², ഇത് കണ്ടോ, ടി എക്സ് ഓഫ് ടി ഫോമിലാണ്. സോ ആ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന കമ്പോണൻറ്റ് e⁻at u of t ആണ്. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/a+j⍵ ആണ്. സോ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സിഗ്നൽസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ∆t e⁻at u of t, e⁻a mod t, ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ 1/a+j⍵ ആണ് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. സോ എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ ടി ഇൻറ്റു എക്സ് ഓഫ് ടി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ടി ഇൻറ്റു e⁻at u of t, ദാറ്റ് ഈസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ജെ ഇൻറ്റു d/d ഒമേഗ ഓഫ് എക്സ് ഓഫ് ഒമേഗ. എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ 1/a+j⍵ ആണ് നമ്മൾ എടുത്തേക്കുന്ന എക്സ് ഓഫ് ടി വെച്ചിട്ട്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ജെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് 1/x, d/dx ഓഫ് 1/x എന്ന് വെച്ചാൽ -1/x² ആണ്. സോ a+j⍵ ഹോൾ സ്ക്വയർ -1/x² ഇൻറ്റു ഇന്നർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. എ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 വരും. വിത്ത് റെസ്പെക്ട് ടു ഒമേഗ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ജെ ആണ്. സോ ഇവിടെ ജെ ഉണ്ട്, j² വരും. j² -1 ആണ്. -1 ഇൻറ്റു -1 1/a+j⍵ ഹോൾ സ്ക്വയർ. സോ ഇതും നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ ഇതിൻ്റെ അനാലിസിസ് പഠിക്കുമ്പോൾ 1/a+j⍵ ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സും കൂടെ അറിഞ്ഞിരിക്കണം. അത് t e⁻at u of t ആണ്. 1/a+j⍵ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻at u of t ആണ്. സിമിലർലി നമുക്ക് 1/a+j⍵ ഹോൾ സ്ക്വയറിൻ്റെ ആണെങ്കിൽ ഈ t e⁻at u of t ആണ്. ഇത് തിരിച്ചും മറിച്ചും നമ്മളത് പഠിച്ചു വച്ചിരിക്കണം. സോ ഇതാണ് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു x of t is equal to del of 2t plus 3.
സോ ഇതൊരു മറ്റൊരു പ്രോബ്ലമാണ്. del of 2t plus 3. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടെന്ന്. ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്, ഒരു സ്കെയിലിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഡെൽ ഫംഗ്ഷനുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ് ഓഫ് ടി കമ്പോണൻറ്റ് എന്താണെന്ന് മനസ്സിലായി, del of t ആണ്. del of ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട്. del of ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം del of t ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് 1. അത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം del of ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ del of ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി del of ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. എക്സ് ഓഫ് ടിക്ക് പകരം del of ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ del of ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതാണ് del of ടി വിത്ത് റെസ്പെക്ട് ടു ടി, ഇത് 0. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി del of ടി ഡി ടി 1. ഏരിയ അണ്ടർ ദിസ് കർവ് ഈസ് 1 അറ്റ് ടി ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. അല്ലെങ്കിൽ ആ 0യിൽ അതിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും del of ടിക്ക് കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ ഏരിയ 1 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് പറയാം ഇൻറ്റഗ്രൽ del of ടി ഡി ടി 1 ആണ്, പക്ഷേ ടിക്ക് 0 കൊടുക്കണം. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ അത് ഏരിയ 1 ആവത്തുള്ളൂ. സോ നമുക്കിവിടെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റഗ്രൽ del of ടി ഡി ടിക്ക് 1 എന്ന് കൊടുക്കാം, പക്ഷേ നമ്മളിവിടുത്തെ ഈ ടി കമ്പോണൻറ്റ് 0 കൊടുക്കുക. സോ ഇ റേസ് ടു 0 എന്താണ്, 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ 1 വരും. സോ നമുക്കറിയാം del of ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം. ഒരു ടൈം ഷിഫ്റ്റിംഗും ഉണ്ട്, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ടൈം ഷിഫ്റ്റിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പം യൂസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓൾറെഡി പറഞ്ഞു. If x of t Fourier transform x of omega, then del of t plus 3. അപ്പോൾ x of t, x of omega, x of t plus 3 അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് x of omega ഇൻറ്റു ഇവിടുത്തെ x of omega 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട്. ഇവിടെ ടി നോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ x of t മൈനസ് ടി നോട്ടിനാണ് x of omega ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് എന്ന് പഠിച്ചത്. ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു, എക്സ് ഓഫ് ടി മൈനസ് 1നാണ് എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി നോട്ട് എന്ന് പറഞ്ഞു. എക്സ് ഓഫ് ടി പ്ലസ് 1 ആണെങ്കിൽ ഇവിടെ ടി നോട്ടിന് നമ്മൾ -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി മൈനസ് ടി നോട്ട് ആണെങ്കിൽ ടി ഈസ് റീപ്ലേസ്ഡ് ബൈ ടി നോട്ട്, ടി പ്ലസ് 1 ആണെങ്കിൽ ടി ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ടി നോട്ട്. സോ ഇവിടെയും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ടി പ്ലസ് 3 ആണ്. എക്സ് ഓഫ് ടി പ്ലസ് 3 മീൻസ് ടി ഈസ് റീപ്ലേസ്ഡ് ബൈ -3. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വാല്യൂ കിട്ടുന്നത് ഇ റേസ് ടു ജെ 3 ഒമേഗ. ഇതാണ് നമുക്ക് del of t plus 3 കിട്ടുന്നത്. അടുത്ത് നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം? del of 2t plus 3 എന്ന് പറഞ്ഞാൽ യൂസ് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സോ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്താണ്? del of at. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 2t plus 3 ആണ്. സോ ഞാൻ ആ ഒരു സ്കെയിലിംഗ്, ഈ ഒരു സിഗ്നലിനെയാണ് നമ്മൾ സ്കെയിലിംഗ് നടത്തുന്നത്. ദാറ്റ് ഈസ് del of 2t plus 3 ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ് എക്സ് ഓഫ് ടി, ഇതാണ് എക്സ് ഓഫ് ഒമേഗ. ദെൻ അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എഴുതുവാണെങ്കിൽ del of x of t ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ. ദെൻ ഞാനിവിടെ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ del of 2t plus 3 ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്താണ്? ഇഫ് എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ എക്സ് ഓഫ് എ ടി ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് 1/mod a എക്സ് ഓഫ് ഒമേഗ ബൈ എ. ഇവിടെ നമുക്ക് ഇതാണ് എക്സ് ഓഫ് ടി, ഇതാണ് എക്സ് ഓഫ് ഒമേഗ. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എ ടി എന്ന് പറയുമ്പോൾ ഒരു 2t സ്കെയിലിംഗ് വരുന്നുണ്ട്. എ എന്ന് പറഞ്ഞാൽ 2 ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/mod 2 എക്സ് ഓഫ് ഒമേഗ ബൈ 2. ഈ രീതിയിൽ നമുക്ക് വരും. ഇവിടെ നമ്മൾ എക്സ് ഓഫ് ഒമേഗ ആയിട്ട് ഡിറ്റർമിൻ ചെയ്തേക്കുന്നത് ഇ റേസ് ടു ജെ 3 ഒമേഗയാണ്. സോ ഈ എക്സ് ഓഫ് ഒമേഗ ബൈ 2, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ജെ 3 ഒമേഗ ബൈ 2. ഈ രീതിയിൽ നമുക്ക്
ആൻസർ കിട്ടും. സോ ഇവിടുത്തെ ആൻസർ 1/mod 2 e⁻j3ω/2. കാരണം 1/mod a x of omega/a എന്നാണ് വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ mod 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. 1/2 e⁻j3/2 ഒമേഗ അല്ലെങ്കിൽ 3ω/2. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് del ഓഫ് 2t + 3യുടെ ആൻസർ ഇതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. Find the Fourier transform. Find the Fourier transform of x of at is equal to 1/πt. So x of tയുടെ വാല്യൂ 1/πt എന്നാണ് തന്നിരിക്കുന്നത്. സോ ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിഗ്നം ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിഗ്നം ഫംഗ്ഷൻ SGN of t. SGN of tയുടെ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോയാലേ നമുക്കത് ചെയ്യാൻ പറ്റും. സോ സിഗ്നം ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിഗ്നം ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2/jω. സോ 2/jω ഈ ഒരു സിഗ്നലിനെ നമ്മൾ ഈ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, ഞാനതിവിടെ പറയാം, ഞാൻ അതിൻ്റെ പ്രൂഫ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് അറിഞ്ഞിരിക്കണം, ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. സോ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ്, അപ്പം യൂസിങ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. സോ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്: ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഒമേഗ, ദെൻ ഇവിടെ ഈ എക്സ് ഓഫ് ഒമേഗ, അപ്പോൾ നമ്മൾ ഈ സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ആക്കുന്നു. അപ്പോൾ ശരിക്കും ഫ്രീക്വൻസി ഡൊമൈനിലുള്ളതിനെ ഒന്ന് ഇൻ്റർചേഞ്ചിങ് രീതിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2π ഇൻറ്റു സ്മോൾ എക്സ് ഓഫ് മൈനസ് ഒമേഗ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സ് ഓഫ് ടി എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ഫൊറിയർ ട്രാൻസ്ഫോം, ഇത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2π ഇൻറ്റു സ്മോൾ എക്സ് ഓഫ് മൈനസ് ഒമേഗ. സെയിം പ്രോപ്പർട്ടി ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. സോ ഇതാണ് എക്സ് ഓഫ് ടി, ഇതാണ് എക്സ് ഓഫ് ഒമേഗ. സോ ഈ എക്സ് ഓഫ് ഒമേഗയ്ക്കകത്ത് ഒമേഗയ്ക്ക് ടി കൊടുക്കുവാണ്. സോ ദാറ്റ് ഈസ് 2/jt. അപ്പോൾ ഇത് ഏത് ടേമായി? എക്സ് ഓഫ് ടി ആയി. 2/jt ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2π ഇൻറ്റു എക്സ് ഓഫ് മൈനസ് ഒമേഗ. എക്സ് ഓഫ് മൈനസ് ഒമേഗ മീൻസ് സ്മോൾ എക്സ് ഓഫ് മൈനസ് ഒമേഗ. ഇതാണ് എക്സ് ഓഫ് ടി. ഈ എക്സ് ഓഫ് ടിക്കകത്ത് ടിക്ക് പകരം മൈനസ് ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് SGN ഓഫ് മൈനസ് ഒമേഗ. സോ ഇതാണ് നമ്മുടെ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള 1/πt നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എടുക്കാം. ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. സോ 1/π ഇൻറ്റു ടി, 2 ക്യാൻസൽ ചെയ്തു, ജെ ആ റൈറ്റ് സൈഡിലേക്ക് പോയി. സോ ഇത് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. സോ 1/πt ഫൊറിയർ ട്രാൻസ്ഫോം മീൻസ് 2 ക്യാൻസൽ, പൈ വന്നു, ജെ ഇൻറ്റു SGN ഓഫ് മൈനസ് ഒമേഗ. SGN ഓഫ് മൈനസ് ഒമേഗ. ഈ SGN ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു എന്താണ്, ഓഡ് ഫംഗ്ഷനാണ്. SGN ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് ഫംഗ്ഷനാണ്. സോ അതിനെ നമുക്ക് ഇത്ര എഴുതിയാലും ആൻസർ ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മൈനസ് SGN ഓഫ് ഒമേഗ എന്ന് എഴുതാം. എക്സ് ഓഫ് മൈനസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് ടി. ഓഡ് ഫംഗ്ഷൻ്റെ കണ്ടീഷനാണ്. സിൻസ് ഇപ്പോൾ ഇവിടെ എഴുതാം, സിൻസ് ഇറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് വേ. സോ ഈ പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നത് ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് at ഈസ് ഈക്വൽ ടു 1/a + jt. 1/a + jt.
അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ടി വരുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ടൈപ്പ് സിഗ്നൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ഫോറിയർ ട്രാൻസ്ഫോം വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/a + j⍵. സോ e⁻−at u(t) ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/a + j⍵. സോ നമുക്ക് 1/a + j⍵ ആണെങ്കിൽ നമ്മുടെ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? if x of t Fourier transform x of omega, then capital X of t Fourier transform is 2 pi into small of x of minus omega. So ഞാനിവിടെ 1/a + jt ഇതാണ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2 pi into x of minus omega. ഇവിടുത്തെ എക്സ് ഓഫ് ടി ഫംഗ്ഷൻ ഇതാണ്. അവിടെ ടിക്ക് പകരം മൈനസ് ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ e⁻−a into -omega u of -omega. ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2 pi into e⁻ into u of -omega. ഇതാണ് ആൻസർ. സോ ഈ പ്രോബ്ലം ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. പ്രോപ്പർട്ടീസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈം ഷിഫ്റ്റിംഗ്, ഡിഫറൻഷിയേഷൻ, കൺവല്യൂഷൻ. ഇപ്പോൾ കൺവല്യൂഷൻ്റെയൊക്കെ ആപ്ലിക്കേഷനാണ് അടുത്ത മോഡ്യൂളുകളിൽ വരുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ടും ഫോറിയർ ട്രാൻസ്ഫോം റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് വെച്ചും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അല്ലാതുള്ള ബേസിക് പ്രോബ്ലംസുമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം, ROC റീജിയൻ ഓഫ് കൺവേർജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.